ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഗീതൂസ് കിച്ചൻ. ഇന്ന് എനിക്ക് നല്ല അടിപൊളി കൂരി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ഫ്രഷ് ആയിട്ടുള്ള കൂരിയായിരുന്നു കേട്ടോ. ഞാൻ വേണ്ടാന്ന് വിചാരിച്ചിട്ടും അതിൻ്റെ ഒരു ഫ്രഷ്നെസ് ഒക്കെ കണ്ടിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഇതിനൊന്ന് ക്ലീൻ ചെയ്തൊക്കെ എടുക്കാം കേട്ടോ. എന്നിട്ട് കുടംപുളി ഇട്ടിട്ടാണ് കേട്ടോ കറി വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ കൂരി ഇവിടെ ഞാൻ നന്നാക്കണേക്ക് മുമ്പ് കുറച്ച് കല്ലുപ്പിട്ട് വയ്ക്കും കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ മുള്ളൊക്കെ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇവനെ നല്ലതുപോലെ ഒന്ന് തേച്ച് വെളുപ്പിച്ചെടുക്കണം കേട്ടോ. കൂരി വെളുപ്പിച്ചെടുക്കാനായിട്ട് ഇച്ചിരി പണിയാണ് കേട്ടോ. ചിലർ ചൂടുവെള്ളമൊക്കെ ഒഴിച്ചിട്ട് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. പക്ഷേ നമുക്ക് വീട്ടിൽ അതത്ര ഇഷ്ടമല്ല കേട്ടോ. ഇതേപോലെ കല്ലിൽ തന്നെ കേട്ടോ നമ്മൾ ഉരച്ചെടുക്കുന്നത്. ചൂടുവെള്ളം ഒഴിക്കാതെ കല്ലിൽ ഉരച്ചാണ് കേട്ടോ വെളുപ്പിച്ചെടുക്കുന്നത്. മീൻകാരൻ വന്ന് വിളിച്ചപ്പോൾ വേണ്ടാന്ന് പറഞ്ഞിട്ട് വിട്ടതാണ് കേട്ടോ. അപ്പോൾ അയാൾ ഒന്ന് വന്ന് നോക്കിയിട്ട് വേണോ വേണ്ടെന്ന് തീരുമാനിക്കാമല്ലോ എന്ന് പറഞ്ഞ് നോക്കിക്കഴിഞ്ഞപ്പോൾ നല്ല അടിപൊളി പച്ചക്കൂരി. അപ്പോൾ അത് കണ്ടപ്പോൾ വിട്ട് കളയാനായിട്ട് തോന്നിയില്ല കേട്ടോ. അങ്ങനെ വാങ്ങിച്ചതാണ്. കൂരി നന്നാക്കുന്ന പാടം ഓർക്കുമ്പോഴാണ് കേട്ടോ പലരും കൂരി വേണ്ടാന്ന് വയ്ക്കുന്നത്. പിന്നെ ചൂടുവെള്ളമൊക്കെ ഒഴിച്ചിട്ട് നന്നാക്കുമ്പോൾ പെട്ടെന്ന് ക്ലീൻ ചെയ്തൊക്കെ എടുക്കാൻ പറ്റും. പക്ഷേ എന്തോ ആ ഒരു ടേസ്റ്റ് ഇവിടെ ഇഷ്ടമല്ല കേട്ടോ. അതിൻ്റെ ആ ഒരു ഫ്രഷ്നെസ്സും ആ ഒരു ടേസ്റ്റൊക്കെ അങ്ങനെ പോകുമെന്ന് പറയും. പ്രത്യേകിച്ച് അമ്മച്ചി ഒട്ടും സമ്മതിക്കില്ല കേട്ടോ അങ്ങനെയൊന്നും ക്ലീൻ ചെയ്തെടുക്കാനായിട്ട്. പിന്നെ അമ്മച്ചി ചെയ്യുമ്പോൾ കുറച്ച് കുമ്മായം ഇട്ടിട്ട് ക്ലീൻ ചെയ്തെടുക്കാറുണ്ട്. എളുപ്പം വെളുത്ത് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ കുറച്ച് കുമ്മായവും ചരലും കൂടി കൂട്ടിയിട്ട് തേക്കാറുണ്ട്. എനിക്കതത്ര വലിയ വശമില്ലാത്ത കാരണം കൊണ്ട് ഞാൻ വെറുതെ കല്ലാണ് ഇതേപോലെ ഉരച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഉരച്ച് വെളുപ്പിച്ചൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് കത്തിക്ക് ഒന്നും കൂടി ഒന്ന് വടിച്ചൊക്കെ കളയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ പൂവൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം കേട്ടോ. കുടലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ പൂവൊക്കെ ഒന്ന് വലിച്ച് കളയുന്നുണ്ട് കേട്ടോ. വീട്ടിൽ അമ്മച്ചി ഉണ്ടായിരുന്നപ്പോൾ ഇതേപോലെ ഈ പൂ ഇങ്ങനെ കളയില്ല കേട്ടോ. ഈ പൂ ഇതേപോലെ ഇങ്ങനെ പുറത്തോട്ട് എടുത്തിട്ട് കത്തിക്ക് വടിച്ച് ക്ലീൻ ചെയ്തിട്ട് തിരിച്ച് അത് അങ്ങനെ തന്നെ അകത്തോട്ട് വയ്ക്കും കേട്ടോ. ഞാൻ ചെയ്യുമ്പോൾ ഇതേപോലെ പൂ ഇങ്ങനെ വലിച്ച് കളയും കേട്ടോ. എനിക്ക് അതത്ര വലിയ വശമില്ല കേട്ടോ. ഇങ്ങനെ പുറത്തോട്ട് എടുത്തിട്ട് തിരിച്ച് നല്ലപോലെ ക്ലീൻ ചെയ്തിട്ട് അകത്തോട്ട് വയ്ക്കുന്ന അത് എനിക്കത്ര വശമില്ല. ഞാൻ ചെയ്താൽ എനിക്കെന്തോ ക്ലീൻ ആകാത്ത പോലെയൊക്കെ തോന്നും കേട്ടോ. അപ്പോൾ പൂവൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ സാധാരണ ഞാൻ ഇതേപോലെ ഇങ്ങനെ കത്തിരി കുത്തിയിട്ട് ഇങ്ങനെ വലിക്കുമ്പോൾ കുടലും ആ കയ്പയും എല്ലാം കൂടി പോരും. അപ്പോൾ ഈ പ്രാവശ്യം നമുക്ക് ഇതുപോലെ ക്ലീൻ ചെയ്തപ്പോൾ കയ്പൊന്നും കിട്ടിയില്ല കേട്ടോ. അപ്പോൾ കുടൽ മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. മീനിൻ്റെയൊക്കെ കയ്പ് പൊട്ടാണ്ട് എടുക്കണം കേട്ടോ. കയ്പ് പൊട്ടിക്കഴിഞ്ഞാൽ ആ ഒരു വയറിൻ്റെ വശം മുഴുവനും കഴിച്ചു പോകും കേട്ടോ. അപ്പോൾ ഈ പ്രാവശ്യം എനിക്ക് എന്തോ ഒരെണ്ണത്തിൽ പോലും എനിക്ക് ഇതേപോലെ ക്ലീൻ ചെയ്തപ്പോൾ കയ്പ കിട്ടിയില്ല കേട്ടോ. സാധാരണ നമ്മളിങ്ങനെ കുടൽ വലിച്ച് കളയുമ്പോൾ ആ കയ്പയും അതേപോലെ പൊട്ടാണ്ട് തന്നെ കൂടെ പോരും കേട്ടോ. അപ്പോൾ മീനിൻ്റെ പൂവും കുടലൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിത് നുറുക്കിയെടുക്കാനാണ് കേട്ടോ പോകുന്നത്. എല്ലാം അത്യാവശ്യം ഒരേപോലെ വലിപ്പമൊക്കെ ഉള്ള നല്ല അടിപൊളി കൂരിയായിരുന്നു കേട്ടോ. ഇത് കണ്ടിട്ട് എങ്ങനെ വിട്ട് കളയാൻ തോന്നും. അത് കാരണം കൊണ്ടാണ് കേട്ടോ വയ്യെങ്കിലും ഞാനിത് വിട്ട് കളയാഞ്ഞത്. അപ്പോൾ ഇനി നമുക്കിതൊക്കെ ഒന്ന് നുറുക്കിയെടുക്കാം. അപ്പോൾ വലുത് ഒരെണ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ 3 ആക്കുന്നുണ്ട് കേട്ടോ. ബാക്കിയെല്ലാം ഏകദേശം 2 ആക്കുന്നുള്ളൂ കേട്ടോ. ഒരുപാട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കുന്നത് നമുക്കിവിടെ ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ഞാൻ ഒന്നും കൂടി കത്തിക്കൊക്കെ ഒന്ന് വടിച്ച് കളഞ്ഞെടുക്കും കേട്ടോ. എങ്ങാനും ആ ഒരു ഉളുമ്പ് ടേസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഇവർക്ക് ആർക്കും ഇഷ്ടമാവില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇത്ര അധികം മീനിനെ ക്ലീൻ ചെയ്യുന്നത് കേട്ടോ. ചിലർ പറയാറുണ്ട് ഇത്ര അധികം ക്ലീൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊക്കെ പറയാറുണ്ട്. നമുക്കിവിടെ ആ ഒരു ടേസ്റ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ആരും കറി കൂട്ടില്ല കേട്ടോ. നല്ല നെയ്യുള്ള മീനായിരുന്നു കേട്ടോ. വയറിലൊക്കെ നിറയെ നെയ്യായിരുന്നു. അമ്മച്ചി പറയാറുണ്ട് നെയ്യുള്ള മീനാകുമ്പോൾ വെളുക്കാനായിട്ട് കുറച്ച് താമസം എടുക്കുമെന്ന് പറയാറുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ കുറച്ച് അധികം നേരം വരയ്ക്കേണ്ടി വന്നിട്ട് ഒന്ന് ക്ലീൻ ആക്കി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ സാധാരണ ഞാൻ ഇതേപോലെ 2 ആക്കി കട്ട് ചെയ്യാറുള്ളൂ കേട്ടോ. ഇതെനിക്ക് കയ്പ് കിട്ടാൻ ഞാനുണ്ട്. ഞാൻ ഇതേപോലെ ആ കൊങ്ങയുടെ അവിടെ നിന്ന് ഒന്ന് കട്ട് ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. ഇനി എങ്ങാനും അതിൻ്റെ അകത്ത് കയ്പ് ഇരിപ്പുണ്ടോ എന്നൊരു സംശയം കൊണ്ട് കട്ട് ചെയ്ത് നോക്കുന്നുണ്ട്. കയ്പ് എങ്ങാനും ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ കറി മുഴുവൻ മോശമായി പോവും. പക്ഷേ ഈ ഒരു മീനിൽ പോലും എനിക്ക് കയ്പ കിട്ടിയില്ല കേട്ടോ. ഒന്നിൽ പോലും ഉണ്ടായിരുന്നില്ല കയ്പ. ഇതിൻ്റെ ഈ കുടലൊക്കെ വലിച്ച് കളഞ്ഞിട്ട് ഈ വയറിൻ്റെ അകത്തുള്ള നെയ്യ് മുഴുവനും നമ്മൾ എടുക്കും കേട്ടോ. നമ്മൾ കൂരിവാള കറി വെച്ചപ്പോൾ ഇതേപോലെ നെയ്യ് മുഴുവൻ എടുത്തില്ലായിരുന്നു. കാരണം അതിൻ്റെ നെയ്യ് ഒരു മട്ടിക്കുന്ന ഒരു ടൈപ്പ് നെയ്യാണ്. പക്ഷേ ഈ നെയ്യ് അങ്ങനത്തെ നെയ്യല്ല കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നെയ്യാണ് കേട്ടോ. ഇവനാണ് കേട്ടോ നമുക്ക് കിട്ടിയതിൽ ഏറ്റവും വലിയ കൂരി ഉണ്ടായിരുന്നത്. ഇതിനെ മാത്രം ഞാനൊന്ന് 3 ആക്കി കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ബാക്കി എല്ലാം ഏകദേശം ഒരേ ടൈപ്പായിരുന്നു കേട്ടോ. അതൊക്കെ ഇച്ചിരി വലുപ്പത്തിൽ 2 ആക്കി മാത്രമേ നുറുക്കിയെടുക്കുന്നുള്ളൂ കേട്ടോ. നെയ്യ് മാത്രമല്ല കേട്ടോ, ഒരുവിധം എല്ലാത്തിലും മുട്ടയും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മുട്ടയൊക്കെ നമ്മൾ ഇതേപോലെ പുറത്തോട്ട് എടുത്തിട്ട് ക്ലീൻ ചെയ്തിട്ട് കറിയുടെ അരികത്താണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. കൂരിയൊക്കെ ഇത്ര നെയ്യൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എൻ്റെ വീട്ടിൽ പാൽക്കറിയാണ് കേട്ടോ വയ്ക്കാറ്. പക്ഷേ ഹസ്ബൻഡിനൊന്നും ഇഷ്ടമല്ല കേട്ടോ. അവർക്ക് കൂരിക്കറി എന്ന് പറഞ്ഞാൽ കുടംപുളി ഇട്ട് വെക്കുന്ന കറിയാണ് കേട്ടോ. അത് ഇച്ചിരി ഒരു റെഡ് കളറായിട്ടുള്ള കറിയാണ് ഇഷ്ടം. ഇത് ഇച്ചിരി നെയ്യൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഇച്ചിരി ഒരു ഓറഞ്ച് കളറിലെ കറിയാണ് കേട്ടോ വെക്കുന്നത്. റെഡ് കളറിലെ കറി എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഒരുപാട് എരിവുണ്ടാവാനും പാടില്ല. എന്നാൽ കറിക്ക് ആ ഒരു നെയ്യൊക്കെ തിരിഞ്ഞ് വരുമ്പോൾ ആ ഒരു റെഡിഷ് കളർ വേണമെന്നാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കാശ്മീരി മുളക് പൊടിയും ചില്ലി പൗഡറും കൂടി മിക്സ് ചെയ്തിട്ടൊക്കെയാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് കാശ്മീരി മുളക് പൊടി കുറച്ചും ചില്ലി പൗഡർ കൂട്ടിയാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്.
അപ്പോൾ കുടലൊക്കെ വലിച്ച് കളഞ്ഞിട്ട് മുട്ടയും പിന്നെ അതിൻ്റെ കരളൊക്കെ നമ്മൾ എടുക്കും കേട്ടോ. കരളൊക്കെ കൂടി ഞാനൊരു കറിപ്പാത്രത്തിലാക്കി വെക്കുന്നുണ്ട് കേട്ടോ. നല്ലതുപോലെ കഴുകി ക്ലീൻ ചെയ്തൊക്കെ എടുക്കുന്നുണ്ട്. ഇതിൻ്റെ കരളും നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. കുടലിൻ്റെ ആട്ടൊന്നും ഒട്ടും അഴുക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നല്ല ക്ലീൻ ആയിരുന്നു കേട്ടോ. ഒരു ചെളിച്ചോവേ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ ക്ലീനിങ് പരിപാടി ഏകദേശമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മീനും ഇതേപോലെ 1-2 പ്രാവശ്യമൊക്കെ ഒന്ന് കഴുകി എടുത്തു കഴിഞ്ഞാൽ മീനും ക്ലീൻ ആയി കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാരൊക്കെ നമ്മളോട് ചോദിക്കാറുണ്ട് എങ്ങനെയാണ് കൂരി നന്നാക്കുന്നത്, കരിമീൻ നന്നാക്കുന്നതൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത്. അറിയാവുന്നവർക്ക് വേണ്ടിയിട്ടല്ല, അറിയാൻ പാടില്ലാത്ത കുറച്ച് പേരുണ്ട് കേട്ടോ, അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഞാൻ ചട്ടി അടപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഉള്ളി അരിഞ്ഞതും ഇഞ്ചി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് നല്ലൊരു ഗോൾഡൻ കളർ ആവുന്ന വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. ഒരുപാട് അങ്ങോട്ട് മുരിക്കണ്ട കേട്ടോ. ജസ്റ്റ് ഒന്ന് ആ ഇഞ്ചിയൊക്കെ ഒന്ന് നല്ലപോലെ മുരിങ്ങി ഉള്ളി ഒരു ചെറിയൊരു ഗോൾഡൻ കളറായാൽ മതി കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചതിന് ശേഷം കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അതിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. തേങ്ങാപ്പാൽ അങ്ങനെ വേർതിരിച്ച് പിഴിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. 1-ാം പാലും 2-ാം പാലും കൂടിയാണ് കേട്ടോ ചേർത്ത് പിഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. ആവശ്യത്തിന് ചാറ് കൂട്ടാൻ ആവശ്യമുള്ള തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. തേങ്ങാപ്പാലൊക്കെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പച്ചമുളക് കീറിയതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾക്കിവിടെ പച്ചമുളക് ഇങ്ങനെ ചാലിച്ച് കഴിക്കാനായിട്ട് കിട്ടണം കേട്ടോ. അതുകൊണ്ടാണ് നമ്മളിവിടെ താളിക്കുമ്പോൾ ചേർക്കാത്തത് കേട്ടോ. താളിക്കുമ്പോൾ ചേർത്ത് കഴിഞ്ഞാൽ പച്ചമുളകൊക്കെ പെട്ടെന്ന് ഉടഞ്ഞു പോവും. ഇതാകുമ്പോൾ പച്ചമുളക് ഉടയാണ്ട് നമുക്ക് കിട്ടും കേട്ടോ. എന്നിട്ട് മൂടി വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പറ്റിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. സാധാരണ നമ്മൾ നല്ലതുപോലെ നെയ്യൊക്കെ തിരിഞ്ഞിട്ടാണ് മീനിട്ട് കൊടുക്കാറ്. ഇതിപ്പോൾ കൂരി ആയതുകൊണ്ട് ഞാനൊന്ന് ചെറുതായിട്ട് ഒരു 5 മിനിറ്റൊക്കെ ചെറിയ തീയിൽ വെച്ചിട്ടുള്ളൂ കേട്ടോ. ഇനി നമുക്ക് മീനോട് കിടന്ന് ചാറൊക്കെ പറ്റി നെയ്യൊക്കെ തിരിഞ്ഞ് കിട്ടിക്കോളൂ കേട്ടോ. അപ്പോൾ ഞാൻ മീനൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മീനൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷമാണ് കേട്ടോ നമ്മൾ മീനിൻ്റെ മുട്ടയും കരളൊക്കെ കൂടി ഒരു അരികത്തായിട്ട് ഇട്ട് കൊടുക്കും കേട്ടോ. എടുക്കാനായിട്ടുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതാകുമ്പോൾ കറിയൊക്കെ ചുറ്റിക്കുമ്പോൾ കുറച്ചൊക്കെ അടിയിലോട്ടൊക്കെ പോവുമെങ്കിലും ബാക്കിയുള്ളതൊക്കെ ആ ഒരു അരികത്തൊക്കെ തന്നെ ഉണ്ടാവും കേട്ടോ. നമ്മൾ ആ ഒരു സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാം ആ ഒരു അരികത്ത് നിന്ന് തന്നെയൊക്കെ കിട്ടും കേട്ടോ. വിട്ട് പോയത് മാത്രമേ അടിയിലോട്ട് പോവുള്ളൂ കേട്ടോ. അപ്പോൾ മീനൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഞാൻ പതുക്കെ ഒന്ന് അനക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പുതിയൊരു പുളി ആയതുകൊണ്ട് എനിക്ക് സംശയം തോന്നിയതുകൊണ്ട് ഒരു 2 കഷ്ണം പുളിയും കൂടി ഞാനിങ്ങനെ മേളിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എടുത്ത് മാറ്റാനും എളുപ്പമായിരിക്കുമല്ലോ പുളി കൂടിപ്പോയി കഴിഞ്ഞാൽ. പുതിയ പുളി ആയതുകൊണ്ട് ഞാൻ ഒരു കഷ്ണം ഒന്ന് തിന്ന് നോക്കി കേട്ടോ. അപ്പോൾ ഇച്ചിരി പുളി കുറവുള്ള പോലെ തോന്നിയതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇത്ര അധികം കുടംപുളി ഇട്ട് കൊടുത്തിട്ടുള്ളത്. പുളിയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ചിലർക്ക് പുളി കൂടുതൽ വേണം, ചിലർക്ക് കുറവ് മതി. അപ്പോൾ ഇത് ഒരു പുതിയ പുളിയും ഞാൻ ആദ്യമായിട്ട് തിന്നതുകൊണ്ടും കടിച്ചു നോക്കിയപ്പോൾ ഇച്ചിരി പുളി കുറവായതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇതുപോലെ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മൂടി വെച്ചിട്ട് ഒന്ന് തിളയ്ക്കാൻ വേണ്ടി വെക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ വശവും തിളച്ചൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഞാനിതൊന്ന് ചിറ്റിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കറി ഇച്ചിരി തിക്കലായതുകൊണ്ട് ചിലപ്പോൾ അടിയിൽ മുട്ടിയിരിക്കുന്നതൊക്കെ അടിക്ക് പിടിക്കും. അപ്പോൾ നല്ലതുപോലെ ചിറ്റിച്ചിട്ട് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് തിളച്ചതിന് ശേഷം ചെറിയ തീയിലേക്ക് മാറ്റി വയ്ക്കും കേട്ടോ. അമ്മച്ചി പറയാറുണ്ട് കൂരി അത്യാവശ്യം വേവുള്ള മീനാണെന്ന്. അപ്പോൾ ഏകദേശം ഒരു 20 മുതൽ അരമണിക്കൂർ വരെയൊക്കെ കൂരി നമ്മളിവിടെ കുക്ക് ചെയ്തെടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ മീൻകറി ചെറിയ തീയിലിരിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 10-15 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊന്നുകൂടി തുറന്ന് ചിറ്റിച്ചൊക്കെ കൊടുക്കുന്നുണ്ട്. നമ്മുടെ മീനൊക്കെ ഏകദേശമൊക്കെ വെന്തൊക്കെ വന്നിട്ടുണ്ട്. ഉപ്പും പുളിയൊക്കെ നോക്കുന്നുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ഉപ്പോ പുളിയോ ഒക്കെ ചേർത്ത് കൊടുക്കാം. ഇട്ട് കൊടുത്ത പുളിയൊന്നും മാറ്റേണ്ടി വന്നില്ല കേട്ടോ. അത് പാകമായിരുന്നു കേട്ടോ. ആ പുളിക്ക് വലിയ പുളിയൊന്നും ഉണ്ടായിരുന്നില്ല. അത്രയും ഇട്ടിട്ടും നമുക്ക് ആവശ്യത്തിനുള്ള പുളിയെ കിട്ടിയിട്ടുള്ളൂ കേട്ടോ. ഇനി ഞാനിതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും ഒരു 3-4 ചുവന്നുള്ളി ചതച്ചതും കുറച്ച് കറിവേപ്പിലയും കൂടി ഒന്നിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യമേ ചുവന്നുള്ളിയൊക്കെ ചേർത്തിട്ടുള്ളതുകൊണ്ട് ആ ഒരു പച്ച ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു 3-4 ചുവന്നുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ചതച്ചിട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ലാസ്റ്റ് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് ഒന്ന് മൂടി വയ്ക്കുന്നുണ്ട്. സാധാരണ ഇതേപോലെ പച്ചക്ക് ചതച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ തന്നെ ഓഫ് ചെയ്യുകയാണ് ചെയ്യാറ്. ഇതിപ്പോൾ കൂരി ആയതുകൊണ്ടും ഞാൻ ചതച്ചിട്ടിട്ടും അപ്പോൾ തന്നെ ഓഫ് ചെയ്തിട്ടില്ല കേട്ടോ. ഏകദേശം ഒരു 10 മിനിറ്റും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് ചെറിയ തീ തന്നെ. എന്നിട്ട് ഇതേപോലെ ഫ്ലെയിം ഒന്ന് ഹൈ ആക്കിയിട്ട് ഓഫ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇതേപോലെ കറി എടുക്കാൻ നേരത്താണ് കേട്ടോ തുറക്കുന്നത്. ഏകദേശം ഒരു അരമണിക്കൂറൊക്കെ ഒന്ന് ഇരുന്ന് ആ ചട്ടിയുടെ ചൂടിൽ ആ വേവും ഇതൊക്കെ ഒന്ന് സെറ്റായി കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ഈ കറി തുറന്നിട്ടുള്ളത്. അപ്പോൾ നെയ്യൊക്കെ തിരിക്കും നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. നമ്മളുടെ വീട്ടിൽ ചെയ്യുന്നൊരു റെസിപ്പിയാണിത്.
അപ്പോൾ മീൻകറിയുടെ റെസിപ്പിയൊക്കെ ഏകദേശം എല്ലാവർക്കും സെയിമൊക്കെ ആയിട്ട് തോന്നും. ചില ഓരോരോ റെസിപ്പി അനുസരിച്ചിട്ട് നമ്മൾ ചില പൊടികൾ കൂട്ടിയും കുറച്ചൊക്കെ ഇടും കേട്ടോ. അപ്പോൾ ആ ചെയ്യുന്ന ഒരു പരിപാടിയിൽ കറിയുടെ കളറ്, ആ ഒരു ടേസ്റ്റ്, ടെക്സ്ചർ എല്ലാത്തിനും വ്യത്യാസം ഉണ്ടാവും കേട്ടോ. പിന്നെ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ കൂടുതലെടുത്തിട്ടുള്ളത്. കാശ്മീരി ചില്ലി പൗഡർ കുറച്ചാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ വേറൊരു കാര്യം, ഞാൻ ഇതിനകത്ത് കുറച്ച് തേങ്ങാപ്പാൽ കൂടുതലാണ് കേട്ടോ ചേർത്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് പാലുകറി ആണോ എന്ന് ചോദിച്ചാൽ പാലുകറി അല്ല, എന്നാൽ പാലുകറി അല്ലേ എന്ന് ചോദിച്ചാൽ പാലുകറിയാണ് എന്ന് പറയുന്ന പോലത്തെ ഒരു കറിയാണ് കേട്ടോ ഇത്. നമ്മൾ കിട്ടുന്ന മീനിൻ്റെ ആ ഒരു ഫ്രഷ്നെസ്സും നെയ്യും ആ ഒരു ഇതൊക്കെ നോക്കിയിട്ട് വലിപ്പവും അതൊക്കെ നോക്കിയിട്ടാണ് കേട്ടോ നമ്മൾ ഓരോ റെസിപ്പി ഏത് വേണം എന്ന് നമ്മൾ നോക്കിയെടുക്കുന്നത്. എൻ്റെ വീട്ടിൽ ഇതേപോലത്തെ കൂരിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ മാങ്ങയിട്ട് മാത്രമേ കറി വെക്കുള്ളൂ കേട്ടോ. മാങ്ങ അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ മാങ്ങ ഇല്ലാത്ത സീസണൊക്കെ ആണെങ്കിൽ മാങ്ങാത്തൊലിയൊക്കെ ഉണക്കി സൂക്ഷിച്ചിട്ടുണ്ടാവും കേട്ടോ. അടമാങ്ങാത്തൊലിയൊക്കെ ആയിട്ടൊക്കെ ഉണക്കി സൂക്ഷിച്ചിട്ടുണ്ടാവും. അപ്പോൾ വീട്ടിൽ ഞങ്ങൾക്ക് ഇഷ്ടം അടമാങ്ങാത്തൊലി ഇട്ടിട്ട് കറി വയ്ക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഹസ്ബൻഡിനൊന്നും അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല കേട്ടോ. അടമാങ്ങാത്തൊലി ഇട്ടിട്ട് നമ്മൾ പാലുകറിയാണ് കേട്ടോ ഇവിടെ വെക്കാറുണ്ടായിരുന്നത്. അതും സാധാരണ പാലുകറിയല്ല, അങ്കമാലി സ്റ്റൈല് പാലുകറിയാണ് കേട്ടോ ഇവിടെ മമ്മി വെക്കാറുണ്ടായിരുന്നത്. അപ്പോൾ അടമാങ്ങത്തൊലിയൊക്കെ കൂട്ടിയിട്ടുള്ള ആൾക്കാരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഞാൻ ഷെയർ ചെയ്യുന്നത് എൻ്റെ വീട്ടിൽ വയ്ക്കുന്ന റെസിപ്പികളും ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് സക്സസ് ആവുന്ന റെസിപ്പികളൊക്കെയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി മറക്കരുത്. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി വരുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.